ഹായ്, എല്ലാവർക്കും രേഖാസ് കിച്ചൻ മേഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ വെക്കാൻ പോണത് കൂന്തൽ റോസ്റ്റാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. കൂന്തൽ റോസ്റ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ 1/2 കിലോ കൂന്തൽ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പിന്നീട് ചേർക്കണം ചേരുവകളാണ് ഇട്ടതൊക്കെ. നമ്മൾ കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ചുവന്നുള്ളി എന്ന് പറഞ്ഞാൽ ചെറിയ ഉള്ളി. പിന്നെ ഒരു വലിയ സബോള സ്ലൈസാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്. 6 പച്ചമുളകുണ്ട്. ഒരു കുടം വെളുത്തുള്ളി ഉണ്ട്. പിന്നെ ഒരു തക്കാളി അതേപോലെ തന്നെ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഞാനൊരു ഫ്രൈ പാൻ്റെ പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുപ്പ് കത്തിക്കാം. ഇവിടെ അടുപ്പൊക്കെ കത്തിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പാത്രം ചൂടായിട്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ. നമ്മൾ സബോളയ്ക്ക് ചേർത്ത് നന്നായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഒന്ന് വെറുതെ വാടി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ഇഞ്ചി ചതച്ച് വെച്ചിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇഞ്ചി ചതച്ച് വെച്ചിട്ട് ഇട്ട് കൊടുക്കണം. അതേപോലെ തന്നെ വെളുത്തുള്ളി ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കറിവേപ്പിലും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായി ഇളക്കാം കേട്ടോ. നമ്മുടെ സബോള ഇഞ്ചിയും പച്ചമുളകും എല്ലാതും വെളുത്തുള്ളിയൊക്കെ ചതച്ചൊക്കെ എല്ലാതും വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇടാൻ പോണത് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടൂട്ടോ. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നമ്മൾ മുളക് പൊടി അതുകൊണ്ട് കുറവ് ചേർത്തില്ല. കുരുമുളക് പൊടി ആക്കുമ്പോൾ നമുക്ക് അതിലേക്ക് ഉള്ള എരിവ് നമുക്ക് ആവശ്യത്തിനുള്ള എരിവ് കിട്ടും. പിന്നെ നമ്മൾ ഇത് നന്നായി ഇളക്കി കൊടുത്ത് നല്ല പോലെ മൂത്തതിന് ശേഷം വേണം നമുക്ക് തക്കാളി ഇടാനായിട്ട് കേട്ടോ. നമ്മുടെ മുളകൊക്കെ നന്നായി മൂത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിത് അരിഞ്ഞ് വെച്ച സ്ലൈസാക്കി വെച്ച ഒരു തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി നമുക്ക് നന്നായി വാട്ടിയെടുക്കാം. നമ്മുടെ തക്കാളിക്ക് നന്നായി വാടിയിട്ടുണ്ട് കേട്ടോ. നന്നായി കുഴഞ്ഞ പരിവായിണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം നമുക്ക്. ഒഴിച്ചതിന് ശേഷം ഇത് നന്നായി നമുക്ക് തിളക്കിട്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തിളയ്ക്കാനായിട്ട് നമുക്കത് മൂടി വെക്കാം കേട്ടോ. നമ്മുടെ വെള്ളം ഒഴിച്ച് വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മെല്ലെ ഒന്ന് ഇളക്കി ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളം ഇളക്കി കൊടുക്കുമ്പോൾ അത് എല്ലാവർക്കും പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇനി ചെയ്യാൻ പോണത് നമ്മൾ കഴുകി വെച്ച കണവയാണ് ഇട്ട് കൊടുക്കുക. കണവ എന്ന് വെച്ചാൽ കൂന്തൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞങ്ങളവിടെയൊക്കെ കൂന്തൽ എന്ന് പറയുന്നത് കുറേ പേരുണ്ടെന്ന് പറയുന്നുണ്ട്. കണവ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ തൃശ്ശൂരുള്ളവർ കൂന്തലെന്ന് പറയാം. അപ്പോൾ നമുക്ക് കൂന്തലൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതാ എല്ലാ കൂന്തലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറേ നാളായി ഇത് വെച്ചിട്ട് എന്താവോ ഒന്ന് ദൈവത്തിനറിയാം. അപ്പോൾ നമുക്കിത് മൂടി വെച്ചിട്ട് വേവിക്കാം കേട്ടോ. നമ്മൾ വേവിക്കുമ്പോൾ എപ്പോഴും ചെറിയ തീയിൽ വേണം ഇട്ട് വേവിക്കാം. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് തീ കുറച്ച് കൊടുക്കാം കേട്ടോ. കറിയിൽ ഉപ്പ് ഇത്തിരി കുറവാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും മൂടി വെച്ചിട്ട് തന്നെ വേവിക്കാം കേട്ടോ. കൂന്തലിന് വേവുള്ളത് കൊണ്ടേ അത് നമുക്ക് മൂടി വെച്ച് തന്നെ വേവിക്കണം കേട്ടോ. കൂന്തലൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് മൂടിയൊക്കെ തുറന്ന് വെച്ചിട്ട് അതിൽ വെള്ളം വറ്റിക്കാനായിട്ട് വെച്ചേക്കാം. വെള്ളമൊക്കെ വന്ന് ചാറ് നന്നായി കുറുകി വരട്ടെ. നമ്മുടെ കൂന്തലിൻ്റെ ചാറൊക്കെ നന്നായി കുറുകി വന്നു തുടങ്ങിയിട്ടാണ്. കുറച്ചും കൂടി വറ്റി കഴിയുമ്പോൾ നമുക്കിത് ഓഫാക്കാം കേട്ടോ. നമ്മുടെ കൂന്തൽ റോസ്റ്റിൻ്റെ ചാറൊക്കെ വറ്റി കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കറി. ഇനി നമുക്ക് ഇതിലേക്ക് നമുക്കിതിലേക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് മല്ലിയില
മല്ലിയില ചിലവർക്ക് ഇഷ്ടമുണ്ടാവില്ല കേട്ടോ ഇതിൻ്റെ മണം. അപ്പോൾ എനിക്ക് അതും ഇഷ്ടമുണ്ടാകുന്നില്ല. പിന്നെ അത് കഴിച്ച് ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തീയൊക്കെ ഒന്ന് ഓഫാക്കാം കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം കൂടി നമുക്കിത് മൂടി വയ്ക്കാം. കൂന്തൽ റോസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാനതൊരു പാത്രത്തിലേക്ക് പകർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും കൂടി ഒന്ന് അടിച്ചോളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, ടാറ്റാ ബൈ.